റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം വൈകുന്നു. പുനലൂർ TB ജംഗ്ഷൻ വട്ടപ്പട ഇടമൺ റോഡിന്റെ പൂർത്തീകരണമാണ് വൈകുന്നത്. 3 കൊല്ലത്തിലധികം കാത്തിരുന്നാണ് റോഡ് ടാർ ചെയ്തത്. കാലാവസ്ഥ അനുകൂലമായിട്ടും തുക അനുവദിച്ചിട്ടും പൂർത്തീകരണം വൈകുകയാണ്. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടാറിംഗ് പൂർത്തിയാക്കിയ 350 മീറ്റർ ദൂരത്ത് വശങ്ങളുടെ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള ജോലികൾ ഇനിയും നടത്തിയിട്ടില്ല. ടാറിംഗ് പൂർത്തിയാക്കിയ 350 മീറ്റർ ദൂരത്തിന്റെ 75% ഭാഗത്തും വശം കോൺക്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ ടാർ ചെയ്ത ഭാഗത്തു നിന്നും അരയടി വരെ താഴ്ചയാണ് വശങ്ങളിൽ. ഇത് രാത്രികാലങ്ങളിൽ വലിയ അപകടത്തിന് ഇടവരുത്തും. പുറമെ പാർശ്വഭിത്തി നിർമ്മിച്ച ഭാഗങ്ങളിലും മണ്ണിട്ടുയർത്താനും കോൺക്രീറ്റ് ചെയ്യാനുമുണ്ട്. മാർക്കിങ്ങുകളും രേഖപ്പെടുത്താനുണ്ട്. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പലതവണ കരാറുകാരന് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് മരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായി പുനലൂർ TB ജംഗ്ഷനെയും ഇടമൺ സത്രമുക്കിനെയും ബന്ധിപ്പിക്കുന്ന 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 350 മീറ്റർ ദൂരം ഒഴികെയുള്ള ഭാഗം 3 കൊല്ലം മുമ്പ് ഉന്നത നിലവാരത്തിൽ നവീകരിച്ചതാണ്. ഭൂമി വിട്ടു നൽകുന്നതിനെ ചൊല്ലിയുള്ള ഉടമകളുടെ തർക്കം മൂലമാണ് 350 മീറ്റർ ഭാഗത്ത് നവീകരണം മുടങ്ങിയത്. 1 വർഷം മുമ്പ് PS സുബാൽ MLA ഭൂവുടമകളുമായി ചർച്ച നടത്തിയാണ് പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് ഭൂമി ലഭ്യമാക്കിയത്. തുടർന്ന് നിർമ്മാണത്തിനായി 2023 മാർച്ചിൽ 85 ലക്ഷം രൂപ അനുവദിപ്പിക്കുകയും ചെയ്തു. 2024 ഓഗസ്റ്റിൽ പണി തുടങ്ങിയെങ്കിലും വാഴമൺ ഭാഗത്ത് മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പ്രവൃത്തി വീണ്ടും മുടങ്ങി. പിന്നീട് മതിൽ പൊളിച്ചു നൽകിയെങ്കിലും നിർമ്മാണം പുനരാരംഭിച്ചില്ല. മരാമത്ത് വകുപ്പ് അധികൃതർ കരാറുകാരന് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെയാണ് റോഡിൽ ടാറിംഗ് പൂർത്തിയാക്കിയത്. ഇതോടെ റോഡ് ഗതാഗത യോഗ്യമായെങ്കിലും വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉയർത്താത്തത് അപകടങ്ങൾക്ക് വഴിവെക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.